നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ അച്ചയൻസ് ഗോൾഡിൻ്റെ ഇതും പിന്നെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ടോപ്പിക്കും. അതായത് ബേസിക്കലി ചാറ്റ് ഇഷ്യൂ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ അത് വന്ന് നിൽക്കുന്നത് അതായത് ഒരു പെണ്ണ് കേസിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചയൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ ഇതേപോലെ മോശം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞ് കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട്, കുറേ പേര് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, കുറേ പേര് ഓഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇത് അലിഗേഷൻസ് ആയിട്ട് അച്ചയൻ്റെ പേരിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. എന്തായാലും എന്താ സത്യാവസ്ഥ, എന്താ ശരിക്കും ഇത് എന്നാൽ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ബേസിക്കലി ഇന്ന് പറയാൻ പോകുന്നത്. എന്തായാലും അച്ചായൻ്റെ ഒരു ഓഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ആ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്താ ആ ഓഡിയോ എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെന്നെ നിന്നെ കേട്ടോ. ഐ ലവ് യു ഉമ്മ. എടി ഇത്രയും സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇഷ്ടമാണ് നിന്നെ എനിക്ക്, അതുപോലെ ജീവനായി. ഈ ഒരു വോയിസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പബ്ലിഷ് ആയിട്ട് നടക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് വേറെ കുറേ പേര് ഈ പുള്ളിക്കാരൻ, അതായത് ഗോൾഡ് പണയം വെക്കാൻ വന്നൊരു സ്ത്രീ പുള്ളിക്കാരി എടുത്ത് മോശമായി പെരുമാറിയതിനെ തുടർന്ന് കുറേ പേര് ചേർന്ന് ഈ പുള്ളിക്കാരനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം. അവന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു, മോനെ ഒരിക്കലും അത് ചെയ്യരുത്, കാരണം എനിക്ക് ഇത്രയും നാളത്തെ ഒരു പരിഗണന തന്നവനാ. പക്ഷെ നമ്മുടെ വാക്ക് കേൾക്കുന്നവനല്ല നമ്മുടെ ആങ്ങളെ. കാരണം എന്റെ ഒരു നല്ലതിനും ചീത്തയ്ക്കും അവനൊന്നും സപ്പോർട്ട് അല്ലായിരുന്നു. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അയാളെ അങ്ങനെ വിളിച്ചു വരുത്തി ഉപദ്രവിക്കേണ്ട ആവശ്യം എന്താ? അതാണ്, അത് കാര്യം പറഞ്ഞു തരാം. കറക്റ്റ് മാഡം, നമ്മൾ രണ്ടുപേരും പെണ്ണുങ്ങളാണ്. ഒരു മനുഷ്യനെയും പൈസയ്ക്ക് വേണ്ടി നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. സത്യത്തില് ഇവൾ ആദ്യം ഒരു 1.5 പവന്റെ സ്വർണം വിൽക്കാനായിട്ട് ഇവനെ വിളിച്ചു വരുത്തി. അവൻ ആ സ്വർണം വിറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് ഇവളെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി കയറ്റിയപ്പോഴത്തേക്കും അവളോട് അപമര്യാദയായിട്ട്, അത് കാരണം പെട്ടെന്ന് ഒരു പെണ്ണിനോട് ആരും കാണിക്കത്തില്ല. എന്തെങ്കിലും ഒരു നല്ല സൂചന കിട്ടിയാലേ ചെറുക്കന്മാര് കാണിക്കത്തുള്ളൂ. ഞങ്ങളത് പറയുന്നുണ്ട്. കേട്ടില്ലേ? അത് ഇതേപോലെ കുറേ പേര്, അതായത് മല്ലു കോമ്പസ് പറഞ്ഞ ഇൻഫ്ലുവൻസർ, അവരുടെ ഇത് ഞാൻ ടാഗ് ചെയ്ത് കാണിച്ചു തരാം. ഇവരും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതും നമുക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് സീക്രട്ട് ഏജൻറ്റ് ഈ പുള്ളിക്കാരനെതിരെ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ സീക്രട്ട് ഏജൻറ്റ് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കാണാം. എന്താ സീക്രട്ട് ഏജൻറ്റ് പറയുന്നതും കൂടെ കാണാം. അച്ചായൻസ് ഗോൾഡ് ടോണി അച്ചായൻ ചാരിറ്റി നിർത്തുന്നു എന്നുള്ളൊരു വീഡിയോ രാവിലെ കണ്ടു. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇപ്പോഴും ഞാൻ അച്ചായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ചായൻ ഈ 39 വീട് വെച്ചു കൊടുത്തു. ഈ ഒരു വീടിന്റെ കാര്യം ലൈഫ് മിഷൻ എന്നുള്ളത് തെളിഞ്ഞു. പക്ഷെ അച്ചായൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും അച്ചായൻ ഇപ്പോഴും 4.5 ലക്ഷം കൊടുത്ത് ഞാൻ പറഞ്ഞ വീടാന്ന് പറഞ്ഞിരിക്കുന്നത്. 4 ലക്ഷം രൂപ ഗവൺമെന്റ് നിട്ടു, സ്ഥലം ഗവൺമെന്റ് മേടിച്ചു കൊടുത്തു, ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പോയ വീട് അച്ചായൻ പണിഞ്ഞു കൊടുത്തു എന്നുള്ളത് അച്ചായന്റെ വായന്ന് വന്നിട്ടില്ല. വേണ്ട, ഈഗോ പ്രശ്നം കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും. 39 വീട്, ഈ 40 വീട് പ്രൊജക്റ്റിൽ ബാക്കി 39 വീട് അച്ചായനോടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ചായൻ എന്തിനാ ചാരിറ്റി നിർത്തുന്നേ? ആ 39 വീട് കാണിച്ചു തന്ന്, അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്ന്, ആ 39 വീടും അച്ചായൻ സ്ഥലം മേടിച്ച് ആ സ്ഥലത്ത് തറ കെട്ടി അതിന്റെ മുകളിൽ വീട് പണിഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ചായന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ അച്ചായൻ ജയിച്ചില്ലേ? ഇന്നത്തെ സീക്രട്ട് ഏജന്റ് പറയുന്ന ചില കാര്യങ്ങൾ അത് ശരിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ആ വീട് വെച്ച് സ്ഥലം കൊടുത്തത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്ഥലം കൊടുത്തത്. അത് അച്ചായൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ചായൻ പറയേണ്ടതായിരുന്നു. അതായത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു പ്രൊജക്റ്റായിരുന്നു. അത് 4 ലക്ഷം രൂപയ്ക്ക് അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പൈസയ്ക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തതെന്ന് അച്ചായൻ പറയേണ്ടതായിരുന്നു. അത് അച്ചായൻ പറഞ്ഞില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കൊടുത്തൊരു സ്ഥലം ഇതേപോലെ പാവങ്ങൾക്ക് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കൊടുത്ത സ്ഥലം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയേണ്ടതായിരുന്നു. അതായത് ഇതേപോലെ ഞാൻ ഗവൺമെൻറ് കൊടുത്ത സ്ഥലമായിരുന്നു, ഇതേപോലെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് പണി മുടങ്ങി കിടക്കുന്ന സമയത്ത് ഞാനാണ് 4 ലക്ഷം രൂപ കൊടുത്ത് ഇവരുടെ വീട് പൂർത്തീകരിക്കാൻ സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് വരത്തില്ലായിരുന്നു. പിന്നെ സായി പറയുന്നുണ്ടായത് ബാക്കി 40 എന്തോ പുള്ളിക്കാരൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കടയ്ക്ക് 40 വീടെന്നാണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിനായിരുന്നു കുഴപ്പം വന്നത്. അപ്പോൾ സായി പറഞ്ഞു ബാക്കി 39 വീടും ഇതേപോലെ ആയിരിക്കുമോ എന്നാണ് സായി ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവും കൂടെ സായി ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എന്ന് പറയുന്നൊരു ചെറിയ എമൗണ്ട് അല്ല. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഒരു ചേച്ചിക്ക് ഒരു വീഡിയോ കിട്ടി. ആ പുള്ളിക്കാരിക്ക് 4 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കണ്ട കൊടുത്തത്, പണിയായിട്ട് ഗഡുവായിട്ടാണ് കൊടുത്തത്. പക്ഷേ ആ കൊടുത്ത പൈസയ്ക്ക് ആ വീട് തീർക്കാൻ പറ്റിയില്ല. പിന്നെ ആ വീട് പൈസ മുടങ്ങിക്കുക. പിന്നെ കുറേ പേരുടെ സഹായം വെച്ചിട്ടാണ് ആ ചേച്ചി ആ വീട് തീർത്തത്. ആ ചേച്ചിയുടെ വീഡിയോ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ, മറ്റേ ഒരു ന്യൂസ് ചാനലിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അത് ഈ പുള്ളിക്കാരിയല്ല, വേറൊരു ആൾക്കാർ.
അപ്പോൾ അതേപോലെ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ട് പണി തീരാത്ത കുറേ വീടുകളുണ്ടാവും. അപ്പോൾ ഇതേപോലെ സഹായിച്ചു. ഇത് 4 ലക്ഷം രൂപ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല. അത് പുള്ളിക്കാരൻ സഹായിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതായത് 39 വീടും ചിലപ്പോൾ പുള്ളിക്കാരൻ സ്ഥലം മേടിച്ചിട്ട് ഇതേപോലെ വീട് വെച്ച് കൊടുത്തതാണോ എന്ന് അറിയത്തില്ല. അതായത് ഇതേപോലെ ചിലവർക്ക് സ്ഥലം കാണുമായിരിക്കും. ഈ 39 വീട്ടിലും ചിലപ്പോൾ 1 ചിലപ്പോൾ 5 6 പേർക്ക് സ്വന്തമായിട്ട് സ്ഥലം കാണും. ചിലപ്പോൾ വീട് വെക്കാനുള്ള ആസ്തി കാണത്തില്ല. അല്ലെങ്കിൽ ഇതേപോലെ പഞ്ചായത്ത് ഏതെങ്കിലും സ്ഥലം അനുവദിച്ചിട്ട് കാണും. ചിലപ്പോൾ വീട് വെക്കാനുള്ള ഇതില്ല. അതാണ് കുറേ പേര് സ്ഥലം കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയത്തില്ലല്ലോ. എന്തായാലും അതിപ്പോൾ സ്ഥലം നമുക്കിപ്പോൾ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കും. ഞാൻ വെച്ച വീടാന്ന് പറയാനായിട്ട് ഞാൻ തന്നെ മേടിച്ചു കൊടുത്ത സ്ഥലവും ഞാൻ തന്നെ മുടക്കിയ ഇതാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ അച്ചായന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് വെച്ച വീടാന്ന് പറഞ്ഞുകൂടെ? പുള്ളിക്കാരൻ 4 ലക്ഷം രൂപ 5 ലക്ഷം, ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയാം, എന്നാലും പറയാം, 4 ലക്ഷം രൂപ 5 ലക്ഷം കൊടുത്ത് വീട് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ ഇത് ഞാൻ വെച്ചു കൊടുത്ത വീടാന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഗവൺമെൻറ് സ്ഥലം ഉൾപ്പെടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇത് വന്നത്, ഈ ഇത്രയും പ്രശ്നം വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 90% പുള്ളിക്കാരൻ തന്നെയാണ് സഹായിച്ചത്. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു അധികാരത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞതേ ഉള്ളൂ. അതിലെനിക്ക് വലിയ തെറ്റ് കാണാൻ പറ്റുന്നില്ല. പിന്നെ ബാക്കിയുള്ള വീടുകൾ ഇപ്പോൾ പുള്ളിക്കാരൻ സ്ഥലം വെച്ച് മേടിച്ചില്ലെങ്കിൽ തന്നെ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് പുള്ളിക്കാരൻ ചിലപ്പോൾ വീടിന് മാത്രമാണെങ്കിൽ വെച്ചാൽ അത് കുഴപ്പമില്ല. പുള്ളിക്കാരൻ വെച്ച് തന്നെ വീടില്ലേ, പുള്ളിക്കാരൻ പൈസ കൊടുത്ത് വെച്ച് തന്നെ ആയിരുന്നു. 4 ലക്ഷം 5 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ അതിലെനിക്കൊരു തെറ്റും കാര്യമില്ല. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം, അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ഈ പുള്ളിക്കാരൻ ഈ ചാരിറ്റിയുടെ ബേസിൽ കുറേ പേര് പെണ്ണുങ്ങളെ ഇതേപോലെ മിസ്ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കംപ്ലൈൻറ്റ് വന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഒരു കാര്യമാണ്. അല്ലാണ്ട് ഈ സായി പറഞ്ഞ കേസ്, അതായത് ഇതേപോലെ പ്രൂഫ് കാണിക്കണമെന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട ആവശ്യം പുള്ളിക്കാരനില്ല. എന്ത് കാര്യത്തിനാണ് പുള്ളിക്കാരൻ കാണിക്കേണ്ട പ്രൂഫ്? ഒരാൾ ചാറ്റ് ചെയ്തു, അത് പ്രൂഫ് കാണിക്കേണ്ട. പുള്ളിക്കാരൻ ചെയ്തു എന്ന് പറഞ്ഞു, ഓക്കെ, കഴിഞ്ഞു. ഇതേപോലെ കുറേ പേര് സഹായിച്ചു എന്ന് പറഞ്ഞു. ഇതേപോലെ വീട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നവരെ ആരും പരാതി ഇടുന്നില്ല, എനിക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ലല്ലോ പുള്ളിക്കാരൻ്റെ പേരും പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ്റെ അതായത് ഇതേപോലെ ഗോൾഡ് പണയം വെക്കാമെന്ന് പറഞ്ഞ് കുറേ പേര് ഇതേപോലെ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞ് കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ കാര്യമാണ്. സ്ത്രീകളോടുള്ള ആക്രമണം അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ കാര്യം തന്നെയാണ്. അതിൽ കിടക്കുന്നതിന് മുന്നേ മറ്റേ മല്ലു കോമ്പസിൻ്റെ ആ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. മൊത്തം ടോണിച്ചായൻ്റെ കുറേ വിശേഷങ്ങളാണ്. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞുതരാം ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാമെന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞാൽ വേണ്ട വിട്ടുകളാ. ഇവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളത്. വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കർ MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴാണ് നിനക്ക് മെസ്സേജ് അയച്ച ആള്? 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു. എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോകും വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പണ്ട് ഇവള് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു വർഷം മുന്നേ ആ സമയത്ത് ഇവളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് വിട്ടാ കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കുത്തിപ്പോക്കുന്ന നമ്മൾ ഓർക്കുന്നത്. ഇവള് എന്തുകൊണ്ട് നിന്നോട് അയച്ചത്? എന്തോ ഇഷ്ടമായിട്ടാ നിനക്ക് മെസ്സേജ് അയക്കുന്നത്, നീ എവിടെ അടി. പക്ഷെ ഇങ്ങനത്തെ സൗണ്ട് അല്ലാട്ടാ, ഭയങ്കര പുള്ളി ഭയങ്കര സെഡ്യൂസ് ചെയ്ത പോലെ ഭയങ്കര മറ്റേ ഈ ലൈംഗിക ചൊവ്വയോട് കൂടി പറയില്ലേ. അയ്യോ അത് ഞാനൊരു എന്റെ വീട്ടിലെ മൂത്ത ചേട്ടനായിട്ടാ കാണുന്നത്. പുള്ളി തിരിച്ചു പറഞ്ഞു, ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ, വേറെ ലവർ ഉണ്ടല്ലേ എന്നാ ഇനി വർക്കിന് വിളിക്കില്ലാട്ടോ എന്നും പറഞ്ഞിട്ട് പുള്ളി എല്ലാ മെസ്സേജും ഡിലീറ്റ് ഫോർ അടിച്ചെന്നേ. കണ്ടില്ലേ, ഇവരാണ് മല്ലു കോമ്പസ് എന്ന് പറഞ്ഞ കപ്പിള്. അതായത് ഈ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ MC, അതായത് മറ്റേ ഈ കല്യാണത്തിനൊക്കെ MC ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. അത് പുള്ളിക്കാരി ഇതേപോലെ പുള്ളിക്കാരൻ്റെ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അതിന് ശേഷം പുള്ളിക്കാരി രാത്രിക്ക് കുറേ പേര് ഇതേപോലെ മെസ്സേജ് അയച്ചു, ഇതേപോലെ പുള്ളിക്കാരി ശല്യം ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര കോഴിത്തരം പോലെ പുള്ളിക്കാരി പറഞ്ഞു. ഇത് പക്ഷേ പുള്ളിക്കാരി മാത്രമല്ല, വേറെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ ചാരിറ്റി അവിടെ മാറുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെ, ചാറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് ചാരിറ്റി ഒഴിച്ച്, അതായത് പിന്നെ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ഇതേപോലെ സ്ത്രീകളെ മോശമായി ചെയ്യുന്നത് അത് വളരെ ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഇതേപോലെ ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറേ പേര് ഓഡിയോ, പിന്നെ ഈ പുള്ളിക്കാരനെ കൈകയറ്റം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ന്യൂസ് ചാനലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബിൽ എന്തോ കിടപ്പുണ്ട്. പുള്ളിക്കാരനെ കുറേ പെണ്ണുങ്ങൾ ചേർന്ന് കൈകയറ്റം ചെയ്യുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യം ഇത് ആദ്യമായിട്ടല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് അലിഗേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നോ രണ്ടോ പേരല്ല, കുറേ പേര് രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇൻഫ്ലുവൻസ്, അത് ഇറ്റ്സ് മീ ഹക്കിം, പുള്ളിക്കാൻ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ ഒന്ന് കാണിച്ചു തരാം. അച്ചായൻ ചാരിറ്റി എടുത്തരുത്.
അത് നമുക്കും താല്പര്യമുള്ള കാര്യമില്ല. ഒരു 39 വീടിനെ കണക്ക് പറഞ്ഞല്ലേ, ആ 39 വീടിന് തെളിവാണെങ്കിൽ സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടുണ്ടല്ലോ, മറുപടി ഇട്ടോട് വീഡിയോ. ഇല്ലാണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, സോറി സീക്രട്ട് ഏജന്റ്, ഐ ആം വെരി വെരി സോറി, ഐ ആം റിയലി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടോ, പ്രശ്നം കഴിഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും, പൈസ പറ്റിച്ചതും പെൺപിള്ളേരെ കോളേജിൽ പോയി തിരിപ്പിച്ചതും എല്ലാം പുറത്തു വരും, സത്യമായിട്ട് വരും. എന്തോ ചെയ്യാൻ പറ്റും, വരും. ഇനി മാപ്പ് പറയാൻ അഭിമാനത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേറെ ഓപ്ഷൻ തരാം. വാഴൂരുള്ള ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് 4.5 ലക്ഷം രൂപ ഗോൾഡിന് പറ്റിച്ചിട്ടില്ലേ, ആ ഫാമിലി കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഫാമിലിയാണ്. ആ പൈസ എത്തിച്ചു കൊടുത്തേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ കിയ സെൽട്ടോസുങ്ങളെ കാറ് റെഡ് ഷർട്ട് ഇട്ടിട്ട് കാണിച്ചു കൂട്ടിയതൊക്കെ നാട്ടുകാർ കാണും. ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടോ നമുക്കറിയത്തില്ല. ഇതേപോലെ പുള്ളിക്കാൻ്റെ കയ്യിൽ വീഡിയോസ്, ഇതേപോലെ എൻ്റെ ക്യാസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഓരോ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസാണ് നോർമലി ഇടുന്നത്. അപ്പോൾ പുള്ളിക്കാൻ്റെ കയ്യിൽ ഇതേപോലെ പുള്ളിക്കാരൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരിക്കും. അത് ഇതേപോലെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പുറത്ത് വിടുമെന്നൊക്കെ ഒരു ഭീഷണി പോലെയാണ് സംസാരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. എന്നാലും ഇതേപോലെ കാര്യങ്ങൾ ജെന്യൂനായിട്ടുള്ള ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങളാണ്. അതായത് ഈ പുള്ളിക്കാരൻ സഹായത്തിൻ്റെ പേരും പറഞ്ഞു, അതായത് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന നല്ല കാര്യം തന്നെ. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഈ എൻ്റെ ക്യാസറ്റ് പറയുന്നുണ്ട് 39 വീടുകളുടെ ഇത് തെളിവുകൾ കാണിക്കാൻ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ചെയ്തു, സഹായം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഇതൊന്നുമില്ല. അതായത് പുള്ളിക്കാരൻ 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ കൊടുത്തു. ആ വീടിന് സ്ഥലമോ ഇത് മേടിക്കാൻ, മറ്റേ ഈ സ്ഥലം മേടിക്കേണ്ട ആവശ്യമോ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു സ്ഥലം നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, നിങ്ങളൊരു വീട് വെക്കാൻ ഒരാളെ സഹായിക്കുന്നു. പുള്ളിക്കാരൻ ഒരു സ്ഥലമുണ്ട്, നിങ്ങളൊരു 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുത്തു. അവർ ആ 6 ലക്ഷം രൂപയ്ക്ക് ആ വീട് പണിഞ്ഞു. നിങ്ങൾ വേറൊരാളുടെ അടുത്ത് എങ്ങനെയാണ് പറയുന്നത്, അത് ഞാൻ കൊടുത്തു, ഞാൻ ഇവർ വീട് വെക്കാൻ സഹായിച്ചു, ഞാൻ വെച്ചു കൊടുത്ത വീടാണെന്നല്ലേ നിങ്ങളും പറയുന്നത്. അതേപോലെ പുള്ളിക്കാരനും പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇതേപോലെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പെണ്ണേഴ്സിൻ്റെ കേസ് ഈ കാര്യത്തിൽ എനിക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും ജെന്യൂൻ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഇതേപോലെ തെളിവ് കണ്ടിട്ട് ജെന്യൂനായിട്ട് പോലെ തോന്നുന്നു. എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ്, ഇതാണ് പുള്ളിക്കാരൻ തന്നെയാണോ, ഇതായത് വേറെ എന്തെങ്കിലും AI ക്രിയേറ്റഡ് ആണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആ ഒരു കേസ് ഇതേപോലെ എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇതേപോലെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇതേപോലെ ഇത് വിടുമെന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഭീഷണി പോലെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്താവുമെന്ന്. ഇതൊക്കെ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വള്ളിക്കെട്ട് കേസുകളൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഏതാണെന്നും അറിയത്തില്ല. എന്നാലും ഇതേപോലെ പറയുന്നു. നമുക്ക് പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി കിടന്നുകൊണ്ട് നമ്മൾ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.